അപ്പോഴുണ്ടല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു പാർട്ടി നടത്തുമ്പോൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക, ഒരാഴ്ച മുമ്പെങ്കിലും. പിന്നെ ഇറച്ചി, മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തലേ ദിവസം തന്നെ ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇതൊന്നും അല്ല കേട്ടോ, ഇതിന് മുൻപിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങുക എന്നുള്ള കാര്യം. അതായത് നമ്മൾ വിളിക്കുന്നവരാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്, അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം തന്നെ കൊടുക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട് ഒരുങ്ങി നമ്മൾ ആ ഒരു പാർട്ടി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അത് തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സ് നിറഞ്ഞ് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, അത് എങ്ങനെ നന്നാവാണ്ടിരിക്കും. പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഓ എൻ്റെ വീട് മാത്രം എങ്ങനെയാണാവോ ഇങ്ങനെ മെസ്സപ്പായി കിടക്കണമെന്ന്. ഒന്നുമില്ല കേട്ടോ, എല്ലാവരുടെയും വീട് ഈ പാർട്ടിയൊക്കെയുള്ള സമയത്ത് മെസ്സപ്പായിരിക്കും. പിള്ളേരുണ്ടെങ്കിൽ മെസ്സപ്പായിരിക്കും. അത് എപ്പോഴെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തിടുക എന്നുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് ഇതെല്ലാം അടുക്കി പെറുക്കി വൃത്തിയായിട്ട് തന്നെ വെക്കണമെന്നൊക്കെ ഉള്ള വാശി കാണിക്കാതിരുന്നാൽ മതി. അങ്ങനെ വാശി കാണിച്ചുണ്ടല്ലോ, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ആ സാധനം ഇവിടെ തന്നെ വെക്കണം, ഈ സാധനം ഇവിടെ തന്നെ വെക്കണം, അങ്ങനെയൊന്നും വാശി കാണിക്കാതെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതങ്ങ് അടിച്ചു പൊളിച്ച് പോകട്ടെ എന്ന് വിചാരിക്കണം.